പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന ഈ വചനം പഠിക്കാൻ തരുന്ന അവസരത്തിനും അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമ്മൾ കണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 4:16 അവൻ പറഞ്ഞു, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, പല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കാനുള്ള മറയാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള അഭയമാണ് ആത്മീയത. ഇപ്പോൾ അവളുടെ ജീവിതത്തെ, ഈ സമറിയാക്കാരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈശോ ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാൻ പരിശ്രമിക്കുകയാണ്. ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഈശോ അവളിൽ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവളുടെ ഒരു പുരുഷന്മാരെയും കൊണ്ട് പൂർത്തീകരിക്കാനാവാത്ത ദാഹത്തെയാണ്. അവൾ അലഞ്ഞു നടന്ന അവരുടെ ജീവിതത്തിൻ്റെ മുറിവുകളെയും അതിൻ്റെ വേരുകളെയും ഈശോ ഇപ്പോൾ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നേരിടാനായി അവളെ ക്ഷണിക്കുമ്പോൾ, ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ ഈ സ്ത്രീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പരിശ്രമിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള മടി ഇവിടെ ഈ സമറിയാക്കാരിയിൽ വളരെ പ്രകടമായി ദർശിക്കാവുന്നതാണ്. അവൾ വേഗം വിഷയം മാറ്റുകയാണ്. വിഷയം മാറ്റിയിട്ട് അവൾ വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ദൈവാരാധനയെ സംബന്ധിക്കുന്ന വിഷയമാണ്. ഇവിടെ അവൾ പറയുന്നത് 19-ാമത്തെ വാക്യത്തിൽ അവൾ പറഞ്ഞു തുടങ്ങുന്നത്, ഈ വിഷയം മാറ്റാൻ അവൾ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ കാര്യം, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ പ്രവാചകനാണ് എന്ന് പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു എന്ന സമറിയാക്കാരിയുടെ പ്രസ്താവനയെ ഒരു സാധാരണ ലാഘവ ബുദ്ധിയോടെയുള്ള സംഭാഷണമായി കാണാൻ കഴിയില്ല. എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സമറിയാക്കാർ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന തിരുവെഴുത്തിലെ എല്ലാ പുസ്തകങ്ങളെയും അംഗീകരിച്ചിരുന്നില്ല. പഞ്ചഗ്രന്ഥികൾ മാത്രമായിരുന്നു സമറിയാക്കാരുടെ ബൈബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഞ്ചഗ്രന്ഥിയിലെ പ്രവാചകനായ മോശയെ മാത്രമേ അവർ പ്രവാചകരായി അംഗീകരിച്ചിരുന്നുള്ളൂ. മോശയെ മാത്രമേ പ്രവാചകനായി അംഗീകരിച്ചിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് മറ്റ് യഹൂദന്മാരുടെ ഒരു പ്രവചന ഗ്രന്ഥങ്ങളെയും ഒരു പ്രവാചകനെയും അവർ അംഗീകരിച്ചിരുന്നില്ല. ഇവിടെ ഈ സമറിയാക്കാരിയുടെ അധരത്തിലൂടെ അങ്ങൊരു പ്രവാചകനാണ് എന്ന് പറയിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൾ പറഞ്ഞതായി രേഖപ്പെടുത്തുമ്പോൾ, യോഹന്നാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരാശയം, ഇവൾ സമറിയാക്കാരുടെ കാലാകാലങ്ങളായിട്ടുള്ള ധാരണകൾക്ക് വിരുദ്ധമായി, അവരുടെ ചരിത്രപരമായ അവബോധങ്ങൾക്ക് വിപരീത ദിശയിൽ ഇവൾ തൻ്റെ കൺമുമ്പിലിരിക്കുന്ന വ്യക്തിയെ മോശ പ്രവചിച്ചിട്ടുള്ള, തന്നെക്കാൾ വലിയൊരു പ്രവാചകനായി, മോശ വരുമെന്ന് പ്രവചിച്ചിട്ടുള്ള ഒരാളായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, അങ്ങൊരു പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് സമറിയാക്കാരുടെ ഒരു മനോബോധത്തിൽ നിന്ന് വരുന്ന വാചകമാവാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു പ്രവാചകനേ ഉള്ളൂ, അത് മോശയാണ്. ഇനി മറ്റൊരാളെ അവർ പ്രവാചകനായി അംഗീകരിക്കുന്നെങ്കിൽ അത് മോശ പ്രവചിച്ച, എന്നെക്കാൾ വലിയൊരു പ്രവാചകൻ വരുമെന്ന് മോശ പ്രവചിച്ച പ്രവാചകനായി അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ സമറിയാക്കാരി ഇത്രയും സമയത്തെ സംഭാഷണത്തിൻ്റെ ഒടുവിൽ യേശുവിൽ അതുല്യമായ ചില ഭാവങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവൾക്ക് യേശുവിൻ്റെ
യാഥാർത്ഥ്യത്തിൽ മനസ്സിലായി തുടങ്ങി എന്ന് വേണം. ആ ട്രാൻസിഷനായിട്ട് വേണം നമ്മൾ ആ വാക്കിനെ മനസ്സിലാക്കാൻ. അതായത് യേശുവിൽ വെളിപ്പെടുന്ന ദൈവത്വത്തെയും യേശുവിലൂടെ വെളിപ്പെട്ടു വരുന്ന മിശിഹ എന്ന ആ ചൈതന്യത്തെയും അവൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയാൻ. ഞാൻ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിലെ 1-2 വചനങ്ങൾ വായിക്കുകയാണ്. മോശ പ്രവചിച്ചിരുന്നു, എന്നെക്കാൾ വലിയ ഒരു പ്രവാചകൻ വരും, അവൻ്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായം, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം, 18-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും, അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഇനി ഈ 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും, എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും, ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും, എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. അതായത് ഈ 15-ാമത്തെ വാക്യത്തിലും 18-ാമത്തെ വാക്യത്തിലും മോശ പറയുന്നത്, എന്നെക്കാൾ വലിയൊരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇത് യഹൂദരും സമറിയക്കാരും ഒരുപോലെ വിശ്വസിച്ചിരുന്ന ഒരു ചരിത്രപരമായ വാഗ്ദാനമാണ്. അതായത് വരാൻ പോകുന്ന മിശിഹ മോശ പ്രവചിച്ച മോശയേക്കാൾ വലിയ പ്രവാചകനായിരിക്കുമെന്ന ആ വാഗ്ദാനത്തിൻ്റെ പ്രത്യാശ യഹൂദൻ്റെയും സമറിയക്കാരൻ്റെയും ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവാചകനാണ്, അങ്ങൊരു പ്രവാചകനാണ് എന്ന് അംഗീകരിക്കുക വഴി സമറിയക്കാരും യഹൂദരും ഒരുപോലെ കാത്തിരുന്ന മിശിഹായാണോ അങ്ങ് എന്ന ഒരു സംശയ ധ്വനി അവരുടെ വാക്കുകളിൽ വായിച്ചെടുക്കാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട്, ഈശോയെക്കുറിച്ച് പിതാവ് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. അത് ദൈവം വെളിപ്പെടുത്തുന്ന സമയത്ത് അവിടെ ആ മലയിൽ മോശയുണ്ട്. മോശ പ്രവചിച്ച മോശയേക്കാൾ വലിയ പ്രവാചകനായ മിശിഹായായ ദൈവപുത്രനായ യേശുവിനെ സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണത്. മോശ അവിടെ ആ മലയിൽ ഉള്ളപ്പോഴാണത്. ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ എന്ന് മോശ പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായ മിശിഹ താനാണ് എന്ന് സ്വർഗം പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഈ വാക്കിനെ നമ്മൾ വായിച്ചെടുക്കാൻ. അപ്പോൾ അതായത് ഈ പ്രവാചകൻ, അങ്ങൊരു പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ സമറിയക്കാരിയുടെ മനോമണ്ഡലത്തിൽ എവിടെയോ യേശുവിൻ്റെ ഒരു മനുഷ്യഭാവത്തിനപ്പുറമുള്ള മിശിഹ എന്ന യാഥാർത്ഥ്യം അവൾ അംഗീകരിച്ചു തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി അതിൻ്റെ 20-ാമത്തെ വാക്യം, അപ്പോൾ അവൾ ഈ അങ്ങൊരു പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവൾ ഇനി നൂറ്റാണ്ടുകളായി യഹൂദന്മാരും സമറിയക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ഒരു ദൈവശാസ്ത്ര പ്രശ്നം യേശുവിൻ്റെ മുമ്പിലേക്ക് എടുത്തിടുകയാണ്. ഒരു പരിധിവരെ അവൾ തൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒഴിഞ്ഞുമാറലായിട്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നതെങ്കിലും യേശു അവൾ പോകുന്ന വഴിയെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാനതിനെക്കുറിച്ച് പറയാം. ഇവിടെ അവളൊരു 20-ാമത്തെ വാക്യത്തിൽ അവൾ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത്രയേ അവൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഏതാണ് യഥാർത്ഥ ആരാധനാ സ്ഥലം എന്ന് അവൾ ചോദിക്കുന്നില്ല. പക്ഷേ ആ നൂറ്റാണ്ടുകളായിട്ടുള്ള കോൺട്രവേഴ്ഷ്യലായ ആ വിവാദ വിഷയമായ ദൈവശാസ്ത്ര പ്രശ്നം അവൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ എന്ന് പറഞ്ഞാൽ ഗെരിസീം മലയിൽ, സമറിയയിലുണ്ടായിരുന്ന ഒരു മലയാണ് ഗെരിസീം മല. ആ മലയിലാണ് സമറിയക്കാർ ബലിയർപ്പിച്ച് ആരാധന നടത്തിയിരുന്നത്. അവിടെ ഗെരിസീം മലയിൽ സമറിയക്കാരുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, ഇവിടെയാണ് ആരാധിക്കേണ്ടതെന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്നു ജെറുസലേമിലാണ്, ജെറുസലേം ദേവാലയത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഏതാണ് യഥാർത്ഥമായ ആരാധനാ സ്ഥലം? ഇപ്പോൾ അവൾ ചോദിക്കുന്നത് ആരാധനാ സ്ഥലം ഏതാണ്, ശരിക്കും ദൈവം അംഗീകരിച്ച ആരാധനാ സ്ഥലം ഏതാണ്? ഇവിടെ ഈശോ അവളോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഇത് തൊട്ടു മുമ്പ് പ്രവാചകൻ എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ തുടർച്ചയാണിത്.
നീ എന്നിൽ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്, നീ എന്നിൽ ആഴമായി വിശ്വസിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക. ഇവൻ്റെ വാക്ക് കേൾക്കണമെന്നാണ് മോശ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവളത് അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഈ യേശുവിനോട് ഈ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, സ്ത്രീയെ, ഇതിപ്പോൾ നീ അംഗീകരിക്കുക, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഈ മലയിൽ, ഗരിസീം മലയിൽ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഇത് പറയുമ്പോൾ, അല്ലെ, സമറിയാക്കാരി ഈ വിഷയം എടുത്ത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു വായനയിൽ കാണുന്നതിനപ്പുറത്തുള്ള ആഴമുള്ള ഒരു വിദ്വേഷം കലർന്ന മുറിവ് ഈ സ്ത്രീയുടെ വാക്കുകളിലുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ മുറിവേറ്റ ഓർമ്മ സമറിയാക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. BC 129 യഹൂദ രാജാവായിരുന്ന ഹൈർക്കാനസ് ഗരിസീം മലയിലുണ്ടായിരുന്ന സമറിയാക്കാരുടെ ആരാധനാ സ്ഥലം സമ്പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. BC 129 യഹൂദ രാജാവായിരുന്ന ഹെർക്കാനൂസ് നശിപ്പിച്ചു കളഞ്ഞ ഈ ആരാധനാ സ്ഥലം, ആ ഓർമ്മ വിദ്വേഷം കലർന്ന, മുറിവ് കലർന്ന ഒരോർമ്മയായിരുന്നു സമറിയാക്കാരുടെ മനസ്സിൽ. ഓരോ യഹൂദനും ജെറുസലേമിലെ ആരാധന കഴിഞ്ഞ് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ സമരിയായിലൂടെയുള്ള പാത തിരഞ്ഞെടുത്താൽ അവർ തടഞ്ഞു നിർത്തുകയും ആരാധനയ്ക്ക് പോയി തിരിച്ചു വരുന്ന യഹൂദനെ വഴി തടഞ്ഞ് വിടാതിരിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളിലൊന്ന് ഈ സമരിയാക്കാരുടെ ആരാധനാലയം യഹൂദ രാജാവ് തകർത്തതായിരുന്നു. അപ്പോൾ ഏതാണ് യഥാർത്ഥ ആരാധനാ സ്ഥലം എന്ന സമരിയാക്കാരുടെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമരിയാക്കാരുടെ മനസ്സിൽ കാലാകാലങ്ങളായി കിടന്ന ഈ മുറിവേറ്റ ഓർമ്മകളുമുണ്ട്. അപ്പോൾ ഈശോ അവളോടൊരു സമാധാനം പറയാൻ പോവുകയാണ്. അതായത്, ഇപ്പോൾ നിങ്ങൾ ആരാധനാ സ്ഥലമെന്ന് കരുതിയിരുന്ന ഗരിസീം മലയിലെ ആരാധനാലയവും ആരാധനയുടെ സങ്കേതങ്ങളും തകർക്കപ്പെട്ടു. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഞാൻ നിന്നോട് ഈ കിണറ്റിൻകരയിൽ വെച്ച് നിന്നോട് സംസാരിക്കുന്നതിന് ഏതാണ്ട് 1.5 നൂറ്റാണ്ട് മുമ്പ് നിൻ്റെ ആരാധനാലയം തകർക്കപ്പെട്ടു. ഞാൻ നിന്നോട് സംസാരിക്കുന്നതിൻ്റെ ഒരു 40 വർഷം കഴിയുമ്പോൾ, ഒരു 4 പതിറ്റാണ്ട് കഴിയുമ്പോൾ ജെറുസലേമിലെ യഹൂദൻ്റെ ആരാധനാലയവും തകർക്കപ്പെടും. കഥ പറയുകയാണ്, ഈ മലയിലോ ജെറുസലേമിലോ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അതായത്, ഈ ആരാധനാലയങ്ങൾ തകർക്കപ്പെടും. ഒന്ന്, നിൻ്റെ ആരാധനാലയം തകർക്കപ്പെട്ടു. 2, യഹൂദൻ്റെ ആരാധനാലയം അധികം വൈകാതെ തകർക്കപ്പെടുകയും ചെയ്യും. ഈ 2 ആരാധനാ സ്ഥലങ്ങളും ആരാധനായോഗ്യമല്ലാതായി മാറുമ്പോൾ മൂന്നാമതൊരു ആരാധനാ സങ്കേതം രൂപപ്പെടും. അത് നമ്മൾ 2-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരമാണ് ആ ആലയം. ആ ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരത്തെ, ഉത്ഥിതനായ യേശുവിനെ 2-3 പേർ വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന എല്ലാ ഇടങ്ങളും, ലോകത്തുള്ള എല്ലാ ഇടങ്ങളും ആരാധനാലയങ്ങളായി രൂപപ്പെടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ ഈശോ അവളോട് പറയുന്നത്. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ആരാധനാ സങ്കല്പങ്ങൾ അനുസരിച്ച് ദൈവം ഒരു സ്ഥലത്ത് പരിമിതപ്പെട്ട ആളാണ്. യഹൂദനെ സംബന്ധിച്ച് ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ ജെറുസലേം ദേവാലയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഒരു ബോധം. അപ്പോൾ ഇവിടെ ഈ പുതിയ ആരാധനാ രീതിയുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഇനി ആരാധന ഒരു പ്രത്യേക സ്ഥലത്തോട് ബന്ധിതമല്ല, ഒരു പ്രത്യേക രീതിയോട് ബന്ധിതമല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈശോ വിശദമായിട്ട് ഇനി സംസാരിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൈശാചിക അരൂപികൾ എപ്പോഴും ദേശത്തോട് ബന്ധിക്കപ്പെട്ടവയാണ്. സ്പിരിറ്റ്സ്, അൺക്ലീൻ സ്പിരിറ്റ്സ്, ഈവിൾ സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ. അവരൊരു സ്ഥലത്തോട് കെട്ടപ്പെട്ടവരാണ് പൈശാചിക അരൂപികൾ. ഉദാഹരണത്തിന്, ഈ പിശാചിനെ ബഹിഷ്കരിച്ച് പന്നികളിലേക്ക് അയക്കുന്ന ഭാഗം വരുന്ന സമയത്ത് ആ പിശാചുക്കൾ യേശുവിനോട് ഇങ്ങനെ അപേക്ഷിക്കും, ഞങ്ങളെ ഈ സ്ഥലത്ത് നിന്ന് പറഞ്ഞയക്കരുതേ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ. അതായത് ഒരു ടെറിറ്ററിയിലാണ് ആ സ്പിരിറ്റിൻ്റെ ആധിപത്യം. ആ ടെറിറ്ററി വിട്ടാൽ ആ സ്പിരിറ്റിന് ഡൊമീനിയൻ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുത്. സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ, ഈവിൾ സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ, ബട്ട് ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ടെറിറ്റോറിയൽ. പരിശുദ്ധാത്മാവ് സ്ഥലബന്ധിതമായ ഒരാത്മാവല്ല. പരിശുദ്ധാത്മാവ് എല്ലാ സ്ഥലത്തും ഒരുപോലെ സന്നിഹിതനാകുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ആരാധനകൾ ഇനി സ്ഥലബന്ധിതങ്ങളല്ല. നമ്മൾ ദേവാലയങ്ങളിൽ പോയി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ ദേവാലയത്തിൽ മാത്രമേ ദൈവമുള്ളൂ എന്ന്. അതൊരു നിശ്ചിതമായ നിയതമായ സംവിധാനം സൗകര്യത്തിന് വേണ്ടി രൂപപ്പെട്ടു എന്നതിനപ്പുറത്ത് ആരാധനാലയങ്ങൾക്ക് അതിനപ്പുറത്തുള്ള വിലയൊന്നുമില്ല. മനുഷ്യൻ്റെ സൗകര്യത്തിന് മനുഷ്യൻ ആരാധിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംവിധാനം എന്നതിനപ്പുറത്ത് പുതിയ ഉടമ്പടിയുടെ ആരാധന അനുസരിച്ച് എവിടെയും ഏത് സ്ഥലത്തും മനുഷ്യന് ദൈവത്തെ ആരാധിക്കാം. അതിന് കാരണം ഈശോ ഇനി താഴോട്ട് പറയുകയാണ്. കാരണം ആരാധന എന്ന് പറയുന്നത് ബാഹ്യപ്രകടനങ്ങളല്ല. അതിന് കാരണമാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ അറിയുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരു തലച്ചോറിനകത്ത് നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ബൗദ്ധിക അറിവെന്നല്ല അറിവെന്ന വാക്കിനെ ബൈബിൾ ഉപയോഗിക്കുന്നത്. ബൈബിളിലെ അറിവെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ആദം തൻ്റെ ഭാര്യയായ ഹൗവായെ അറിഞ്ഞു, കയൻ തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഈ തലച്ചോറിനകത്ത് നടക്കുന്ന അറിവിനേക്കാളും ആഴമുള്ള ഒരു അറിവാണ്. അതിനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധാരണ വാക്കിലേക്ക് പരാവർത്തനം ചെയ്താൽ ഈ അറിയുക എന്ന് പറഞ്ഞാൽ ബന്ധം ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങളാകട്ടെ അറിയാത്തതിനെ ആരാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബന്ധമുള്ള ദൈവത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാധിക്കുന്ന ദൈവത്തോട് ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ ആരാധന ബന്ധമുള്ളവൻ്റെ ആരാധനയാണ്. നിങ്ങളുടെ ആരാധനയാവട്ടെ ബന്ധമില്ലാത്തവരുടെ ആരാധനയാണ്. അതായത് ഈ ആരാധന നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷൻ അല്ല. ആരാധനയ്ക്ക് എക്സ്റ്റേണൽ എക്സ്പ്രഷൻസ് ഉണ്ട്, പക്ഷേ ആ എക്സ്റ്റേണൽ ബാഹ്യ പ്രകടനങ്ങൾ വരുന്നത് ഒരാളുടെ അകത്ത് നടക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ ഈശോ ആരാധനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, ഈ ബാഹ്യപ്രകടനങ്ങളെ ആരാധനയായിട്ട് തെറ്റിദ്ധരിച്ചാലുള്ള പ്രശ്നം ഈ ആരാധനയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകാതെ പോകും. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കർത്താവ് പറയുകയാണ്, ഈ അറിയാത്ത ആരാധന, ബന്ധമില്ലാത്ത ആരാധന, അടുപ്പമില്ലാത്തവൻ്റെ ആരാധന, ദൈവത്തെ വലുതായി കാണാത്തവൻ്റെ ആരാധന, കുറേ ആചാരങ്ങൾ മാത്രം നടത്തുന്ന ആരാധന, ഒരു ആഴമില്ലാത്ത ആരാധന, ഹൃദയ അടുപ്പമില്ലാത്ത ആരാധന, ഇത്തരം ആരാധനകളാണ് കണ്ടു പരിചയിച്ചിരുന്നത് മനുഷ്യൻ. എല്ലാ മതബോധങ്ങളിലും മനുഷ്യൻ കാണുന്ന ആരാധനാ രീതികളിൽ ബന്ധം ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവം ഇവിടെ പറയുകയാണ്, രക്ഷ യഹൂദരിൽ നിന്നാണ്. അത് പറയുന്നത് ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത്. രക്ഷ യഹൂദരിൽ നിന്നാണ്. രക്ഷ ആരംഭിക്കുന്നത് യഹൂദരിൽ നിന്നാണ്. മിശിഹ വന്നത് യഹൂദരിൽ നിന്നാണ്. യേശു ഒരു യഹൂദനാണ്. എന്നാൽ രക്ഷ യഹൂദരോട് ടൈഡപ്പല്ല. രക്ഷ ഒരു യൂണിവേഴ്സൽ ഡയമെൻഷനിലേക്ക് പോകാൻ പോവുകയാണ്. എല്ലാവരിലേക്കും രക്ഷ കടന്നു പോകാൻ പോവാണ്. ആരാധനയും അങ്ങനെ യൂണിവേഴ്സലായി മാറുകയാണ്. ഇതാണ് ഈ മലയിലോ അല്ലെങ്കിൽ ജെറുസലേമിലോ ആരാധിക്കാത്തത് എന്ന് പറയുമ്പോൾ ആരാധന എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കാൻ പോവുകയാണ്. വർഷിപ്പ് ഈസ് ഗോയിങ് ടു ബിക്കം യൂണിവേഴ്സൽ. ചില പ്രവാചക ധ്വനികൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. യെശയ്യാ 66:18 കർത്താവ് പറയുകയാണ്, ഞാൻ അവരുടെ ചെയ്തികളെയും ചിന്തകളെയും അറിയുന്നു,
ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. ഇനി ആ അധ്യായത്തിൽ തന്നെ യെശയ്യാ 66 20 വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിൽ നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേവ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും. 66 പറയുന്നുണ്ട്, അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുമ്പിൽ ആരാധനയ്ക്കായി വരും എന്ന് പറഞ്ഞാൽ ഈ വർഷിപ്പ് യെശയ്യാക്ക് അവസാന അധ്യായത്തിൽ പറയുന്നത് ആരാധന യൂണിവേഴ്സലായി മാറാൻ പോവുകയാണ്. എല്ലാ ഇടങ്ങളിലും എല്ലാ ഭാഷക്കാർ എല്ലാ ജനതകളും ദൈവത്തെ ആരാധിക്കുന്നു. യഹൂദന് മാത്രമല്ല, എല്ലാ ജനതകളും ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് കടന്നു വരാൻ പോവുകയാണ്. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിലും ഇത് കാണാനായിട്ട് പറ്റും. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുകയാണ്, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും, നോക്കുക, എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. അപ്പോൾ ബന്ധമുള്ളവൻ്റെ ആരാധന, ഒരു സ്ഥലത്ത് മാത്രം ബന്ധിക്കപ്പെടാത്ത ആരാധന, എല്ലായിടങ്ങളിലുമുള്ള എല്ലാ മനുഷ്യരിലേക്കും പടരുന്ന ആരാധന. ഇങ്ങനെ ഈശോ ആരാധനയെ കുറച്ചുകൂടി വ്യാപകമായൊരർത്ഥത്തിലേക്ക് ഇവൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമുക്കിതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത്, സമറിയാക്കാരി തന്ത്രപൂർവ്വം ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. സമറിയാക്കാരി പറഞ്ഞു, നമുക്ക് എൻ്റെ റിയാലിറ്റി ചർച്ച ചെയ്യുന്നതിനപ്പുറം ആരാധന ചർച്ച ചെയ്യാം. നൂറ്റാണ്ടുകളായി യഹൂദരും സമറിയാക്കാരും നിലനിന്നിരുന്ന ഒരു വിവാദ വിഷയം ചർച്ച ചെയ്യാം. ഈശോ ഇവിടെ അവൾ പറഞ്ഞ ആ വഴിയിലൂടെ തന്നെ പോവുകയാണ്. അവളെ തിരിച്ചു കൊണ്ടുവരുന്നില്ല, അവൾ പറഞ്ഞ വഴിയിലൂടെ തന്നെ പോവുകയാണ്. അതിനൊരു കാരണമുണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം. ഏതായാലും ഈ വിഷയം ഈശോ എടുക്കുകയാണ്. ആരാധന സ്ഥലബന്ധിതമല്ല. ആരാധന ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമല്ല. ആരാധന എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കരുണ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാനിടയാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.